പ്രിയപ്പെട്ട കുട്ടികളെ, +2 എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ ബേസിക് കൺസെപ്റ്റ്സ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടിസ്ഥാനപരമായിട്ടുള്ള ചില ആശയങ്ങൾ, ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ ചില കൺസെപ്റ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്, മൊത്ത നിക്ഷേപം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, മൊത്ത നിക്ഷേപം എന്ന് പറഞ്ഞാൽ, ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് in the total value of the final goods and services produced in a country in a year is called gross investment. Gross investment എന്ന് പറഞ്ഞാൽ the value of capital goods. നമുക്കറിയാം ഫൈനൽ ഗുഡ്സും ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം. ഫൈനൽ ഗുഡ്സിനെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്, ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും. അതിൽ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. They are used again and again for the production of other goods. ക്യാപിറ്റൽ ഗുഡ്സിനെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ പ്രൊഡക്ഷൻ, മറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന മെഷീനറി പോലെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്, ഒരുപാട് അന്തിമ സാധനങ്ങളും സേവനങ്ങളും ഉണ്ട്. ഈ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇടയിൽ എത്ര ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മൂല്യമാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിൽ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മൊത്തം മൂല്യം എത്രയാണോ അതിനെയാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിൽ ഒരുപാട് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സും ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മാത്രം മൂല്യം, അതിൻ്റെ ടോട്ടൽ, ഒരു ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളും സേവനങ്ങളിലും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മാത്രം മൊത്തം മൂല്യത്തിനെയാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: വാല്യൂ ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ്, ബിൽഡിങ്സ്, മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, ടൂൾസ് എക്സെട്ര. ഈ പറഞ്ഞതെല്ലാം ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ എല്ലാം ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം അന്തിമ സാധനങ്ങളിലും സേവനങ്ങളിലും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മാത്രം മൊത്തം മൂല്യത്തിനെയാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കൺസെപ്റ്റാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്നതിനെയാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്താ എന്ന് നമ്മൾ പറഞ്ഞതാണ്. ലോസ് ഓഫ് വാല്യൂ ആണ്, മൂല്യം നഷ്ടപ്പെടലാണ്. എന്തു കാരണത്താലാണ്? വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെയോ കാലപ്പഴക്കത്തിലൂടെയോ മൂല്യം നഷ്ടപ്പെടുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിലെ മൊത്തം ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മൂല്യമാണ്. ഇതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, ക്യാപിറ്റൽ ഗുഡ്സിന് ഡിപ്രീസിയേഷൻ സംഭവിക്കും, ലോസ് ഓഫ് വാല്യൂ സംഭവിക്കും. അതിൻ്റെ ചിലവ് കുറച്ചാൽ ബാക്കി എത്രയാണോ അതിനെയാണ് നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ തീരുന്നവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഇനിയും നിങ്ങൾക്ക് ഗ്രോസ് കൺസെപ്റ്റും നെറ്റ് കൺസെപ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഗ്രോസിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർമ്മയിൽ വയ്ക്കുക. ഏത് കൺസെപ്റ്റ് ആയാലും അതിൻ്റെ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ അതിൻ്റെ നെറ്റ് കിട്ടും എന്നുള്ള ഒരു ആശയം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്നാണ് നമ്മളതിൻ്റെ മലയാളം. സർക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാക്രികമാണ്, ചക്രത്തിൻ്റെ രൂപത്തിലുള്ള ഫ്ലോയാണ്. ഇൻകത്തിൻ്റെ ചക്രത്തിൻ്റെ രൂപത്തിലുള്ള ഫ്ലോയാണ്, ഒഴുക്കാണ്. നമുക്കറിയാം ഒരാളുടെ കയ്യിൽ കിട്ടുന്ന ഇൻകം അവിടെ തന്നെ നിൽക്കുന്നില്ല, അത് ചാക്രികമായി ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ എക്സ്പെൻഡിച്ചറാണ് മറ്റൊരാളുടെ ഇൻകം. അപ്പോൾ നമുക്ക് വരുമാനം കിട്ടിയാൽ നമ്മളത് ചിലവാക്കുന്നു, അത് മറ്റൊരാളുടെ വരുമാനമാകുന്നു, അയാൾ വീണ്ടും ചിലവാക്കുന്നു, അത് വേറൊരാളുടെ വരുമാനമാകുന്നു. അങ്ങനെ ഇൻകം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇക്കോണമിയിൽ 2 സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ഒരു ഇക്കോണമിയിൽ 4 സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. ഇങ്ങനെ 4 സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഗാർഹിക യൂണിറ്റാണ്, ഫാമിലി പോലെയുള്ള ഗാർഹിക യൂണിറ്റുകളാണ്. ഈ ഗാർഹിക യൂണിറ്റുകളുണ്ട്. ഫേംസ്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഉണ്ട്. എക്സ്റ്റേണൽ സെക്ടർ, നമ്മളെല്ലാവരും ഓപ്പൺ ഇക്കോണമിയാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളുമായി ബന്ധമുണ്ട്. ഇങ്ങനെ 4 സെക്ടേഴ്സ് ഒരു ഇക്കോണമിയിൽ നിലനിൽക്കുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് 2 സെക്ടേഴ്സ് മാത്രമേ ഒരു ഇക്കോണമിയിലുള്ളൂ എങ്കിൽ എങ്ങനെയാണ് ഇൻകത്തിൻ്റെ സർക്കുലർ ഫ്ലോ എന്നാണ് പറയാൻ പോകുന്നത്. 2 സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ്. ഒരു ഇക്കോണമിയാണ്, നമുക്ക് അത് അസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റൂ. അങ്ങനെ ഒരു ഇക്കോണമി നിലനിൽക്കുന്നില്ല. ഗവൺമെൻറ്റില്ല, മറ്റുള്ള രാജ്യങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു ഇക്കോണമി, ഹൗസ് ഹോൾഡും ഫേംസും മാത്രമുള്ള ഒരു ഇക്കോണമിയാണെന്ന് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിലൂടെയാണ് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറയുന്നത്. Circular flow of income depicts the interdependence between the various sectors of the economy, or it shows the exchange of income or factors of production or goods and services between different sectors of an economy. ഒരു ഇക്കോണമിയിലെ സെക്ടേഴ്സിൻ്റെ പരസ്പര ആശ്രയത്വം, അതായത് 4 സെക്ടേഴ്സ് ഉണ്ടല്ലോ. ഒന്നാമത്തെ സെക്ടർ ഹൗസ് ഹോൾഡ്, 2 ഫേംസ്, 3 ഗവൺമെൻറ്, 4 എക്സ്റ്റേണൽ സെക്ടർ. 4 സെക്ടേഴ്സും തമ്മിലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്, ഒരാശ്രയത്വം, പരസ്പര ആശ്രയത്വം ഉണ്ട്. ഈ സെക്ടേഴ്സ് തമ്മിലുള്ള പരസ്പര ആശ്രയത്വം അല്ലെങ്കിൽ വരുമാനം ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്ക് പോകുന്നത് എങ്ങനെ, ആ സെക്ടറിൽ നിന്ന് അത് 3ാമത്തെ സെക്ടറിലേക്ക് പോകുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഈ സെക്ടറുകളിലൂടെ എങ്ങനെയാണ് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസ്, പരസ്പര ആശ്രയത്തിനെ കുറിച്ചാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ പറയുന്നത്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അസ്യൂം ചെയ്യാനുണ്ട്, സങ്കല്പിക്കാനുണ്ട്, അസംഷൻസ്. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ ഇക്കോണമി, 2 സെക്ടേഴ്സ് മാത്രമുള്ള ഒരു ഇക്കോണമിയിൽ എങ്ങനെയാണ് ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ഈ അസംഷൻസ് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അസംഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ഈ കൺസെപ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഈ തിയറികളൊക്കെ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ മോഡൽ, 2 സെക്ടേഴ്സ് മാത്രമുള്ള ഒരു ഇക്കോണമിയിൽ എങ്ങനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ അസംഷൻസ്: ദർ ആർ ഓൺലി 2 സെക്ടേഴ്സ് ഇൻ ദ ഇക്കോണമി, ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്. ആദ്യം നമ്മൾ സങ്കല്പിക്കേണ്ടത് ഒരു ഇക്കോണമിയിൽ 2 സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഏതാണ് 2 സെക്ടേഴ്സ്? ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്, വ്യവസായ സ്ഥാപനങ്ങളും ഗാർഹിക യൂണിറ്റുകളും. ഹിയർ നോ ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. ഇവിടെ എന്തില്ല? ഗവൺമെൻറ്റോ ബാഹ്യ മേഖലകളോ ഇല്ല. അതുപോലെ തന്നെ 2ാമത്തെ അസംഷനാണ് ഫേംസ് ഹയർ ഫാക്ടർ സർവീസസ് ഫ്രം ഹൗസ് ഹോൾഡ് സെക്ടർ. ഫേംസ് അതായത് ഉൽപാദക യൂണിറ്റുകൾ ഫാക്ടർ സർവീസസ് ഘടക സേവനങ്ങൾ
ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് കടം വാങ്ങുന്നു. ഘടക സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് ഗാർഹിക യൂണിറ്റിൽ നിന്ന് ഉൽപാദക യൂണിറ്റുകൾ കടം വാങ്ങുന്നു. അതാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. മൂന്നാമത്തത്, ഹൗസ് ഹോൾഡ് സ്പെൻഡ് ദെയർ എൻറ്റയർ ഇൻകം ഓൺ കൺസംഷൻ. ഗാർഹിക യൂണിറ്റുകൾക്ക് വരുമാനം കിട്ടിയാൽ അതവർ മുഴുവനായും കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നു, ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. 100 രൂപ കിട്ടിയാൽ 100 രൂപയും കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നാലാമത്തെ അസംഷൻ, ഫേംസ് സെൽ ദെയർ എൻറ്റയർ പ്രൊഡക്ട്സ് ടു ദ ഹൗസ് ഹോൾഡ്. ഫേംസ്, ഉൽപാദക യൂണിറ്റുകൾ അവരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഗാർഹിക യൂണിറ്റിന് വിൽക്കുന്നു. അവിടെ ഗവൺമെൻറ് ഇല്ല, എക്സ്റ്റേണൽ സെക്ടർ ഇല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നില്ല, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഫേംസ് അവരുടെ എല്ലാ പ്രൊഡക്ട്സും വിൽക്കുന്നത് ഈ ഹൗസ് ഹോൾഡിനാണ്. ഇതാണ് പ്രധാനപ്പെട്ട അസംഷൻസ്. ഈ അസംഷൻസ് എല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 2 സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്. ഗവൺമെൻറ്റോ ഫോറിൻ സെക്ടറോ ഇല്ല. ഫേംസ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മുഴുവനായും കടം വാങ്ങുന്നത് ഹൗസ് ഹോൾഡിൽ നിന്നാണ്. ഹൗസ് ഹോൾഡ് അവരുടെ മുഴുവൻ ഇൻകവും കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫേംസ് അവരുടെ മുഴുവൻ പ്രൊഡക്ട്സും ഹൗസ് ഹോൾഡിന് വേണ്ടി വിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇക്കോണമിയിൽ, such an economy consists the factor market and product market. അങ്ങനെയുള്ള ഒരു ഇക്കോണമിയിൽ ഘടക വിപണിയും ഉൽപ്പന്ന വിപണിയും നിലനിൽക്കുന്നു. അതെന്താ എന്ന് നമുക്ക് ഒരു ഡയഗ്രാം വരച്ച് അതിലൂടെ പറയാം. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ ഇക്കോണമി. ഈ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് 2 സെക്ടേഴ്സിനെ കാണാം. പ്രൊഡ്യൂസേഴ്സ് ഓർ ഫേംസ്, അതാണ് ഒരു സെക്ടർ. മറ്റൊരു സെക്ടറാണ് ഹൗസ് ഹോൾഡ്. ഇവിടെ ഗവൺമെൻറ് ഇല്ല, ഫോറിൻ സെക്ടർ ഇല്ല, ഓർ എക്സ്റ്റേണൽ സെക്ടർ ഇല്ല. ഇവിടെ നോക്കൂ, ഈ ആരോ മാർക്ക് ഇട്ട് നമ്മൾ വരച്ചു വെച്ചത്. ഫേംസ് ചെയ്യുന്നത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കലാണ് ഫേംസിൻ്റെ ഡ്യൂട്ടി. ഫേംസ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസസ്, ആരാണ് വാങ്ങുന്നത്? ഹൗസ് ഹോൾഡാണ് വാങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലുള്ളിലുള്ള ആരോ മാർക്ക് നോക്കിയാൽ അറിയാം, പ്രൊഡ്യൂസേഴ്സ് ഓർ ഫേംസിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നു. അതായത് പ്രൊഡ്യൂസേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന, ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും മുഴുവനായി ആർക്കാണ് കൊടുക്കുന്നത്? ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. അതുകൊണ്ട് ഹൗസ് ഹോൾഡിൻ്റെ അടുത്തേക്ക് ആരോ മാർക്ക് ഇടുന്നത്. ഹൗസ് ഹോൾഡിന് വെറുതെയാണോ കൊടുക്കുന്നത് ഫേംസ്? അല്ല. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? അവരുടെ മുഴുവൻ വരുമാനവും സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ മുഴുവൻ വരുമാനവും എവിടെ എത്തുന്നു? പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ ഓർ ഫേംസിൻ്റെ കയ്യിലെത്തുന്നു. അതാണ് പുറത്തുള്ള ഒരു ആരോ മാർക്ക് കാണിക്കുന്നത്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫേംസ്. ഹൗസ് ഹോൾഡിൽ നിന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫേംസിലെത്തുന്നു. അപ്പം മുകളിലുള്ള 2 ആരോ മാർക്ക് നമുക്ക് മനസ്സിലായി. ഫേംസ് ഓർ പ്രൊഡ്യൂസേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും മുഴുവനായും ഹൗസ് ഹോൾഡിലെത്തുന്നു. ഹൗസ് ഹോൾഡ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുമ്പോൾ അവരുടെ മുഴുവൻ വരുമാനവും ഫേംസിന് കൊടുക്കുന്നു. അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറായി ഫേംസിലെത്തുന്നു. ഇനി താഴെ ഭാഗത്ത് ഫാക്ടർ പേയ്മെൻറ്റ്സ്, റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്നൊരു ലൈൻ കാണാം. മറ്റൊന്ന് ഫാക്ടർ സർവീസസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ് എന്നൊരു ലൈനും കാണാം. ഫേംസിന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് വേണം. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ലാൻഡായും ലേബറായും ക്യാപിറ്റലായും ഓർഗനൈസറായിട്ടും പ്രവർത്തിക്കുന്നത് എവിടെ നിന്നാണ്? ഹൗസ് ഹോൾഡിൽ നിന്നാണ്. ഹൗസ് ഹോൾഡ് തന്നെയാണ് എന്തായി പ്രവർത്തിക്കുന്നത്? ഫാക്ടേഴ്സായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫേംസിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സിനെ വാങ്ങുന്നത് ഹൗസ് ഹോൾഡിൽ നിന്നാണ്.
അത് ലാൻഡിൻ്റെ രൂപത്തിലാവാം, ലേബർ ആവാം, ക്യാപിറ്റൽ ആവാം, എൻ്റർപ്രണർഷിപ്പ് ആവാം. അങ്ങനെ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേംസിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടർ സർവീസ് എത്തുന്നു. ഹൗസ് ഹോൾഡ് ഒരിക്കലും വെറുതെ അല്ല ഫേംസിൻ്റെ അടുത്ത് ചെന്ന് ലാൻഡായും ലേബറായും ക്യാപിറ്റലായും ഓർഗനൈസറായും പ്രവർത്തിക്കുന്നത്. അവർക്ക് അതിനുള്ള റിവാർഡ്, പ്രതിഫലം കിട്ടണം. ലാൻഡ് ആണെങ്കിൽ റെൻറ്റ് കിട്ടണം, ലേബർ ആണെങ്കിൽ വേജ് കിട്ടണം, ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് വേണം, ഓർഗനൈസർ ആണെങ്കിൽ പ്രോഫിറ്റ് വേണം. അതുകൊണ്ട് തന്നെ ഫേംസ് ഹൗസ് ഹോൾഡിനെ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഫേംസ് ഹൗസ് ഹോൾഡിന് തിരിച്ച് എന്ത് കൊടുക്കണം? ലാൻഡായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ റെൻറ്റ് കൊടുക്കണം, ലേബർ ആണെങ്കിൽ വേജ് കൊടുക്കണം, ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, ഓർഗനൈസർ ആണെങ്കിൽ പ്രോഫിറ്റ് വേണം. ഇതിനെ നമ്മൾ ഫാക്ടർ പേയ്മെൻറ്റ് എന്നാണ് പറയുക. ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള പേയ്മെൻറ്റ്. അപ്പോൾ ഫേംസ് ഹൗസ് ഹോൾഡിന് ഫാക്ടർ പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഫേംസിൻ്റെ ചെലവ് എവിടെയാണ് എത്തുന്നത്? ഹൗസ് ഹോൾഡിൽ എത്തുന്നു. ഏത് രൂപത്തിൽ? ഫാക്ടർ പേയ്മെൻറ്റ് എന്നുള്ള രൂപത്തിൽ ഹൗസ് ഹോൾഡിൽ എത്തുന്നു. ഹൗസ് ഹോൾഡിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഈ ഫാക്ടർ പേയ്മെൻ്റ് ആണ്. റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആണ്. ഹൗസ് ഹോൾഡ് ഈ വരുമാനം മുഴുവനായും ആർക്ക് കൊടുക്കുന്നു? ഫേംസിന് കൊടുക്കുന്നു. എന്തിനാണ് കൊടുക്കുന്നത്? ഗുഡ്സും സർവീസും വാങ്ങുന്നതിലൂടെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഇക്കോണമിയിൽ മുഴുവൻ വരുമാനവും ഫേംസ് ഹൗസ് ഹോൾഡിന് ഫാക്ടർ പേയ്മെൻ്റായി കൊടുക്കുന്നു. ഹൗസ് ഹോൾഡ് അത് വീണ്ടും കൺസംഷൻ എക്സ്പെൻഡിച്ചറിലൂടെ ഫേംസിന് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇൻകത്തിൻ്റെ സർക്കുലർ ഫ്ലോ ആണ്. ഇൻകം ഒരു ചാക്രിക രൂപത്തിൽ, ഇങ്ങനെ ചക്രത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതും ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുന്നതും പണത്തിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ആ രണ്ട് ഫ്ലോയ്ക്ക് മണി ഫ്ലോ എന്നും, ഉള്ളിലുള്ള ഫാക്ടർ സർവീസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇത് പണത്തിൻ്റെ രൂപത്തിലല്ല, അതുകൊണ്ട് അതിനെ റിയൽ ഫ്ലോ എന്നും പറയും. അപ്പം മണി ഫ്ലോയും റിയൽ ഫ്ലോയും ഉണ്ട്. മണി ഫ്ലോ എന്ന് പറയുന്നത് പണത്തിൻ്റെ രൂപത്തിൽ ഒഴുകുന്നതാണെങ്കിൽ ഹൗസ് ഹോൾഡ് ഫേംസിന് പണത്തിൻ്റെ രൂപത്തിലാണ് ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള പ്രതിഫലം കൊടുക്കുന്നത്. ഫേംസ് ഹൗസ് ഹോൾഡിന് ഫാക്ടർ പേയ്മെൻറ്റ്, റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് കൊടുക്കുന്നത് പണത്തിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ പണത്തിൻ്റെ രൂപത്തിലുള്ള ഈ രണ്ട് ഒഴുക്കുകളെ മണി ഫ്ലോ എന്നും, ഉള്ളിലൂടെയുള്ള ഫാക്ടർ സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ രണ്ട് ഫ്ലോയെ റിയൽ ഫ്ലോ എന്നും പറയുന്നു. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള മാർക്കറ്റുകളാണുള്ളത്. ഫാക്ടർ മാർക്കറ്റും അതുപോലെ തന്നെ ഉൽപ്പന്ന വിപണിയും. ഘടക വിപണിയും ഉൽപ്പന്ന വിപണിയും. ഇവിടെ ഏതാണ് ഘടക വിപണി എന്ന് പറയുന്നത്? ഘടകങ്ങളെ വിൽക്കുകയാണ്. ഫാക്ടർ സർവീസ് വിൽക്കുന്നു, അതിൻ്റെ പ്രതിഫലം കിട്ടുന്നു. ഉൽപ്പന്ന വിപണി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്നു, അതിൻ്റെ പ്രതിഫലം കിട്ടുന്നു, അതിൻ്റെ വില കിട്ടുന്നു. ഇങ്ങനെ രണ്ട് വിപണികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കുടുംബങ്ങൾക്ക് കിട്ടിയ വരുമാനം മുഴുവനും അവർ ഉൽപ്പാദക യൂണിറ്റിൽ നിന്നും സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫേംസ് അവർ ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു. അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സിനെ വാങ്ങുന്നത് ഹൗസ് ഹോൾഡിൽ നിന്നാണ്. ഹൗസ് ഹോൾഡിന് അവർ പകരമായി ഫാക്ടർ പേയ്മെൻറ്റ് നൽകുന്നു. അതാണ് നമ്മൾ വലത്ത് ഭാഗത്ത് എഴുതിയത്. ഫേംസ് ബൈ ഫാക്ടർ സർവീസസ് ഫ്രം ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡിൽ നിന്നാണ് ഫേംസ് ഫാക്ടർ സർവീസ് വാങ്ങുന്നത്. The household spend the income earned for the purchase of goods and services produced by the firm. ഫേം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും സേവനങ്ങളും മുഴുവൻ ഇൻകവും ഉപയോഗിച്ചുകൊണ്ട് ഹൗസ് ഹോൾഡ് വാങ്ങുന്നു. ഇൻകം പ്രൊഡ്യൂസസ് ഇൻ ദ ഇക്കോണമി ഈക്വൽ ടു മണി വാല്യൂ ഓഫ് ദ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നൊരു പോയിന്റ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ഇക്കോണമിയിലെ ഇൻകം എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? ആ ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യത്തിന് തുല്യമാണ്. ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അത് തന്നെയാണ് അവിടുത്തെ മൊത്തം ചെലവ് എന്ന് പറയുന്നത്. ഒരു ഇക്കോണമിയിലെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് ആ ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെ മൂല്യമാണ്. അതുതന്നെയാണ് ഇക്കോണമിയിലെ മൊത്തം എക്സ്പെൻഡിച്ചറും എന്ന് നമുക്ക് ഈ ഫ്ലോ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ടു സെക്ടർ ഇക്കോണമി
സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് പറയാനുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് ലീക്കേജ് ആൻഡ് ഇൻജെക്ഷൻസ്. ലീക്കേജ് എന്ന് പറഞ്ഞാൽ ലീക്ക് ചെയ്യുകയാണ്, ഇടയിൽ നിന്ന് ചോർന്നു പോകുന്നതാണ്. ദ ഔട്ട്ഫ്ലോ ഫ്രം ദ ഇൻകം ഫ്ലോ ഇൻ എൻ ഇക്കോണമി ഈസ് കോൾഡ് ലീക്കേജ്. ഈ സർക്കുലർ ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു ഹൗസ് ഹോൾഡ് അവരുടെ മുഴുവൻ വരുമാനവും സാധനങ്ങളോ സേവനങ്ങളും വാങ്ങാനായി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് മുഴുവൻ വരുമാനവും സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അവിടെ ഗവൺമെൻറ് ഇല്ല, ഫോറിൻ സെക്ടർ ഇല്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ വരുമാനവും ആ ഇക്കോണമിയിലെ തന്നെ ഉൽപാദക യൂണിറ്റിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ മുഴുവൻ വരുമാനം ഉപയോഗിക്കാതെ കുറച്ച് വരുമാനം അവർ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുകയോ ഇമ്പോർട്ട് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുഴുവൻ വരുമാനവും എവിടെ എത്തില്ല? ഫേംസിലെത്തില്ല. അങ്ങനെയാവുമ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ ഇൻകം കുറച്ചവിടെ ചോർന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ ദ ഔട്ട്ഫ്ലോ ഫ്രം ദ ഇൻകം ഫ്ലോ ഇൻ ആൻ ഇക്കോണമി ഈസ് കോൾഡ് ലീക്കേജ്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലീക്കേജ് എന്ന് പറയുന്നത്. അതായത് വരുമാന പ്രവാഹത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഒഴുക്ക്. നമ്മൾ ഇതുവരെ കണ്ട വരുമാന പ്രവാഹം എന്ന് പറയുന്ന ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക്, ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക്. അതിൻ്റെ ഇടയിൽ വേറെ എവിടേക്കെങ്കിലും ഈ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീക്കേജ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ രൂപത്തിലാവാം? എക്സാമ്പിൾ സേവിങ്സ്. ഹൗസ് ഹോൾഡ് മുഴുവൻ വരുമാനം സാധനങ്ങളോ സേവനങ്ങളും വാങ്ങാൻ ഉപയോഗിക്കാതെ കുറച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ, സമ്പാദിച്ച് വെക്കുകയാണെങ്കിൽ അതൊരു ലീക്കേജാണ്. ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ടാക്സ് കൊടുക്കണം, അതൊരു ലീക്കേജാണ്. മറ്റുള്ള രാജ്യങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ വരുമാനവും ഫേംസിലെത്തില്ല, അതും ഒരു ലീക്കേജാണ്. അതുപോലെ ഇൻജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഇൻജെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാം. ഇൻജെക്ഷൻസ് ആർ ദ ഇൻഫ്ലോ ഇൻ ടു ദ ഇൻകം ഫ്ലോ. ഈ ഇൻകം ഫ്ലോയിലേക്ക് ഇൻഫ്ലോ ചെയ്യുന്നതാണ്, ഉള്ളിലേക്ക് ഒഴുകി വരുന്നതാണ് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം പുറത്തു നിന്ന് ഒന്നും വരുന്നില്ല, പുറത്തേക്കൊന്നും പോണില്ല. വരുമാനം മുഴുവനും ഫേംസിലേക്കും ഹൗസ് ഹോൾഡിലേക്കും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇൻജെക്ഷൻസിന് ഉദാഹരണം? ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട്, ഇതൊക്കെ ഇൻജെക്ഷന് ഉദാഹരണമാണ്. എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് കുറച്ച് പണം ചിലവാക്കുകയാണ്, അപ്പോൾ ആ ഇക്കോണമിയിലേക്ക് കുറച്ച് വരുമാനം എത്തുന്നു. അപ്പോൾ പുറത്തു നിന്ന് ഈ ചാക്രിക പ്രവാഹത്തിലേക്ക് ഇൻകം വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിനെ ഇൻജെക്ഷൻ എന്നാണ് നമ്മൾ പറയുക. അതായത് ഹൗസ് ഹോൾഡും ഫേംസും മാത്രമാണെങ്കിൽ ഇൻജെക്ഷനുമില്ല, ലീക്കേജുമില്ല. എന്നാൽ ഗവൺമെൻറ്റോ എക്സ്റ്റേണൽ സെക്ടറോ ഉണ്ടെങ്കിൽ ഇൻജെക്ഷനും ഉണ്ടായിരിക്കും, ലീക്കേജും ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ടു സെക്ടർ ഇക്കോണമിയിൽ ലീക്കേജോ ഇൻജെക്ഷനോ ഉണ്ടാവുന്നില്ല. ഈ ഇത്രയും കൺസെപ്റ്റുകൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. പരീക്ഷയ്ക്ക് എപ്പോഴും നിങ്ങളോട് ചോദിക്കുന്നതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ ഇക്കോണമി. ടു സെക്ടർ ഇക്കോണമിയിലെ സർക്കുലർ ഫ്ലോ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആ ഡയഗ്രാം വരയ്ക്കുകയും അതിലെ ആരോ മാർക്ക്, കാര്യം മനസ്സിലാക്കിയാൽ മതി, ആരോ മാർക്ക് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് മനസ്സിലാക്കി അത് വരച്ചതിന് ശേഷം നിങ്ങൾ ആ ഡയഗ്രാം നോക്കി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത്. ചിലപ്പോൾ 4-5 മാർക്കിനായി സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ചോദിക്കും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്.